Hello, I am Dr. Abbas Watoli, Assistant Professor, Amal College of Advanced Studies, Nilambur. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും മോഡ്യൂൾ 4 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാം. പല കമ്പനികളും അവരുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് മറ്റു കമ്പനികളെ ഏറ്റെടുക്കാറുണ്ട്. ഇതുപോലെ ഒരു ഹോൾഡിംഗ് കമ്പനിയും അതിന്റെ നിയന്ത്രണത്തിൽ ഉള്ള ഒന്നിലധികമോ സബ്സിഡറി കമ്പനിയും കൂടി അവരൊക്കെല്ലാം കൂടി കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൽ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ കൺട്രോളിൽ ഒന്നിലധികമോ സബ്സിഡറി കമ്പനീസ് ഉണ്ടാവും. അതുപോലെ സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി മറ്റൊരു കമ്പനിയുടെ നിയന്ത്രണത്തിലായിരിക്കും. അതിനർത്ഥം നമ്മൾ ഈ പറയുന്ന സബ്സിഡറി കമ്പനിയുടെ 50% കൂടുതൽ ഓഹരി മറ്റൊരു ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും. അത്തരം കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുക, സബ്സിഡറി കമ്പനി എന്ന് പറയും. ഇതിൽ തന്നെ വോളി ഓൺഡ് സബ്സിഡറീസും പാർട്ട്ലി ഓൺഡ് സബ്സിഡറീസും. വോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സിഡറി കമ്പനിയുടെ മുഴുവൻ കൺട്രോളും ഒരു ഹോൾഡിംഗ് കമ്പനിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇതിലിൻ്റെ 100% വോട്ടിംഗ് റൈറ്റും ഉള്ളത് ഹോൾഡിംഗ് കമ്പനിക്കാണ്. അതുപോലെ വോളി ഓൺഡ് സബ്സിഡറി കമ്പനി ആണെങ്കിൽ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നില്ല. പാർട്ട്ലി ഓൺഡ് സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മുഴുവൻ ഷെയറും ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ അടുത്തല്ല, എന്നാൽ 50% കൂടുതൽ ആയിട്ടുള്ള ഷെയറാണ് ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റും അതിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. 50% കൂടുതൽ ഉണ്ടാകും അഥവാ മെജോറിറ്റി ഉണ്ടാവും, പക്ഷെ 100% താഴെയുള്ള ഒരു ഷെയർ ആയിരിക്കും ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലുണ്ടാവുക. അതുപോലെ പാർട്ട്ലി ഓൺഡ് സബ്സിഡറി ആണെങ്കിൽ അവിടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരും. ഈ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസിന്റെ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഔട്ട്സൈഡേഴ്സിന്റെ ക്ലെയിം ഈ സബ്സിഡറി കമ്പനിയിലുള്ളതിന് പറയുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. മെജോറിറ്റി ഇൻട്രസ്റ്റ് എപ്പോഴും ഹോൾഡിംഗ് കമ്പനിക്കായിരിക്കും, 50% കൂടുതൽ ഓണർഷിപ്പ് റൈറ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള ഷെയറിന് അല്ലെങ്കിൽ ഓണർഷിപ്പിന് പറയുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒന്നിലധികമോ സബ്സിഡറി കമ്പനികളുള്ള എല്ലാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഒരേ രീതിയിലും ഫോർമാറ്റിലുമാണ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സെക്ഷൻ 129 എന്ന് പറയുന്നത് ഇതിൽ സബ്സിഡറി കൊണ്ട് ഉദ്ദേശിച്ചത് അസോസിയേറ്റ് കമ്പനി ആണെങ്കിലും ജോയിന്റ് വെഞ്ചർ ആണെങ്കിലും ഒക്കെ ഈ ക്ലോസ് അപ്ലിക്കബിൾ ആണ്. അതുപോലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആസ് എ വോൾ എത്രത്തോളം അസറ്റുകൾ ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട് എന്ന് കാണുന്ന ഇതിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അഥവാ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഓരോ കമ്പനീസും ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതിനെ എല്ലാം കൂടി കൺസോളിഡേറ്റ് ചെയ്യുന്നതിനാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് ഒന്നൊരു സിംഗിൾ സോഴ്സ് ഡോക്യുമെന്റ് ആണ്. അഥവാ ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോകണം. 2 ഇൻട്രൻസിക് വാല്യൂ ഷെയർസ്. ഈ ഹോൾഡിംഗ് കമ്പനിയുടെ യഥാർത്ഥ ഇൻട്രൻസിക് വാല്യൂ അറിയണമെങ്കിൽ ആ ഹോൾഡിംഗ് കമ്പനിയുടെയും അതുപോലെ അതിന്റെ കീഴിൽ വരുന്ന സബ്സിഡറി കമ്പനിയുടെയും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആവശ്യമുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറീസ്. അതുപോലെ സബ്സിഡറി കമ്പനികളിലുള്ള നിക്ഷേപത്തിന്റെ യഥാർത്ഥ പെർഫോമൻസ് റിട്ടേൺ അറിയണമെങ്കിലും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. ഇനി അക്വസിഷൻ ഓഫ് സബ്സിഡറി കമ്പനീസിനെ അക്വയർ ചെയ്യുന്ന സമയത്ത് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ കഴിച്ചിട്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന്റെ ഷെയർ എത്രയെന്നൊക്കെ അറിയാൻ ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. അതുപോലെ ഫൈനലി ഹോൾഡിംഗ് കമ്പനിയുടെ ഒരു ഓവറോൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും
ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. കോമ്പണൻസ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സാധാരണയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള പോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ നോട്ട്സ് ആൻഡ് എക്സ്പ്ലനേറ്ററി ഷെഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഇനി കൺസോളിഡേഷൻ പ്രോസസ് റൂൾ 6 ആണ്. കമ്പനി റൂൾസ് 2014 റൂൾ 6 കൺസോളിഡേഷൻ പ്രൊസീജിയേഴ്സ് പറയുന്നത്. അതുപോലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 ഡീൽ ചെയ്യുന്നത് കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കമ്പനീസിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടാണ്. ശരിക്ക് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഗ്രൂപ്പ് ആസ് ദാറ്റ് ഓഫ് എ സിംഗിൾ എന്റർപ്രൈസ്. ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഒരു സിംഗിൾ എന്റർപ്രൈസ് എന്ന രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം. ഇനി അതിന്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് ചെയ്യേണ്ടത് പാരന്റ് കമ്പനിയുടെ അഥവാ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഈച്ച് സബ്സിഡറിയും അതുപോലെ പാരന്റ്സ് കമ്പനിയുടെ ഇക്വിറ്റിയിലുള്ള ഷെയറും ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ ഇന്റർ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ്, അത് സെയിൽസോ എക്സ്പെൻസോ ഡിവിഡൻഡ് ഒക്കെ ആണെങ്കിലും അത് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എലിമിനേറ്റ് ചെയ്യും. അതുപോലെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ്, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ എലിമിനേറ്റ് ചെയ്യും. അൺറിയലൈസ്ഡ് ലോസസ് ഉണ്ടെങ്കിൽ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് അൺറിയലൈസ്ഡ് ലോസസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യും. ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സിഡറി കമ്പനി ഹോൾഡിംഗ് കമ്പനിയായിട്ടൊരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, ഒന്നുകിൽ എന്തെങ്കിലും സെയിൽസ് അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആണ് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിലുള്ള ലോസുകൾ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ നെറ്റ് ഇൻകം ഓഫ് കൺസോളിഡേറ്റഡ് സബ്സിഡറീസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തണം, എന്നിട്ട് അതുപോലെ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇൻ ദ നെറ്റ് അസെറ്റ്സ് ഓഫ് ദ കൺസോളിഡേറ്റഡ് സബ്സിഡറീസ് സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, പ്രസന്റ് ചെയ്യണം. ഇത്രയാണ് കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സ്റ്റെപ്സ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയും. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 21 പറയുന്നത് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ റെസിജ്വൽ ഇൻട്രസ്റ്റ് ഇൻ അസെറ്റ്സ് ഓഫ് ദ എന്റർപ്രൈസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ലാബിലിറ്റീസ് ആണ്. അസെറ്റ് മൈനസ് ലാബിലിറ്റീസിനെയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഈ ഗുഡ് വില്ലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവോ അറൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പനി, ഒരു ഹോൾഡിംഗ് കമ്പനി ഒരു സബ്സിഡറി കമ്പനിനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ മുടക്കുന്ന പൈസ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ചെലവിന് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സബ്സിഡറി കമ്പനിയിൽ കിട്ടുന്ന ഓണർഷിപ്പ് ഉണ്ടാവും, അതിനെ ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ആ ഡിഫറൻസ് ആണ് ഒന്നുകിൽ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആവുന്നത്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കുന്ന പൈസയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓണർഷിപ്പിന്റെ വർത്ത്, ഇക്വിറ്റി സബ്സിഡറി കമ്പനിയിൽ കിട്ടിയ ഇക്വിറ്റി ഷെയർസിന്റെ വർത്ത് കുറച്ച് കഴിഞ്ഞാൽ അതിനെ ഗുഡ് വിൽ എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന കമ്പനിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പൈസ നൽകിയിട്ടാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്ത പൈസനെ പറയുന്ന പേര് ഗുഡ് വിൽ എന്നാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സിറ്റുവേഷൻ എഴുതുക. നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു പൈസക്കാണ് നമ്മൾ ആ കമ്പനിനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് വരുന്നുണ്ട്. ആ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇസഡ് ലിമിറ്റഡിന്റെ 70% ഇക്വിറ്റി ഷെയർ അക്വയർ ചെയ്തു 31 മാർച്ച് 2017. അതിന് വില 70 ലക്ഷമായിരുന്നു. അതിന് പുറമെ ഇസഡിന്റെ ബാലൻസ് ഷീറ്റിൽ താഴെ പറയുന്ന അസറ്റ് ലാബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കറന്റ് അസറ്റ് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, കറന്റ് ലാബിലിറ്റീസ്. അതിന് പുറമെ അക്വസിഷന്റെ സമയത്ത് താഴെ പറയുന്ന റീവാലുവേഷൻ ഇവർ രണ്ടുപേരും എഗ്രി ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റിന് 20% കൂടിയ വിലക്കും ഇൻവെസ്റ്റ്മെന്റ് 10% കുറഞ്ഞ വിലക്കും ഏറ്റെടുക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇസഡ് ലിമിറ്റഡ് 20% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 31 മാർച്ച് 2017 ഇക്വിറ്റി
ഇക്വിറ്റി ക്യാപിറ്റലിന്റെ പുറത്ത്. അതുപോലെ എക്സ് ലിമിറ്റഡ് ഇസഡ് ലിമിറ്റഡിന്റെ ഷെയർ 20 രൂപ പെർ ഷെയർ എന്നുള്ള നിലക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗുഡ്വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യണം, റീവാല്യൂഡ് നെറ്റ് അസെറ്റ് എത്രയെന്ന് കാണണം. അപ്പോൾ ഫിക്സ്ഡ് അസെറ്റിൽ നമ്മൾ പറഞ്ഞു 20% അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് വാല്യൂ ചെയ്യാൻ. 120 ക്വസ്റ്റ്യൻ തന്നുള്ളത്, അതിന്റെ 120% എടുക്കണം അല്ലെ, അപ്പൊ 144 എന്നാവും. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് 10% കുറച്ചിട്ട് വാല്യൂ ചെയ്യാനാണ് പറഞ്ഞ് 55 തന്നുള്ളത്, അതിന്റെ 90% എടുത്താൽ മതി. അപ്പോൾ 49.5 ആവും. പിന്നെ കറന്റ് അസെറ്റ്സ് അതേ വാല്യൂവില്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഒക്കെ ബുക്ക് വാല്യൂവിൽ എടുത്തു. അപ്പൊ എല്ലാ അസെറ്റ്സുകളും ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ അസെറ്റ്സ് കിട്ടി ആഫ്റ്റർ റിവാലുവേഷൻ 278.5. ഇതിൽ നിന്ന് ലാബിലിറ്റി ആയിട്ടുള്ള ഡിബഞ്ചേഴ്സും കറന്റ് ലാബിലിറ്റിയും കുറച്ചപ്പോൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 138.5 ലക്ഷം എന്ന് കിട്ടി. ഇതിൽ ആകെ സെഡ് ലിമിറ്റഡിന്റെ നെറ്റ് വർത്ത് ആണ് ഇതിൽ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത് 70% ആണ്. അപ്പോൾ 138.5 ഇൻറ്റു 70% എന്ന് പറഞ്ഞാൽ 96.95 എന്ന് കിട്ടും. അപ്പൊ 96.95 മൂല്യമുള്ള കമ്പനീനെയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണർഷിപ്പാണ് എക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. അതിന് എക്സ് ലിമിറ്റഡ് കൊടുക്കുന്ന കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് 70 lakh rupees ആണ്. 70 lakh rupees ആണ്. ഈ 70 lakh rupees തന്നെ കമ്പനി, ഈ സബ്സിഡറി കമ്പനി ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് എക്സ് ലിമിറ്റഡിന് കിട്ടും. പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് എന്ന് പറയും. അതിന്റെ കമ്പ്യൂട്ടേഷൻ താഴെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ 70 ലക്ഷത്തിന്റെ ഷെയർ ആണ് എക്സ് ലിമിറ്റഡ് എടുത്തുള്ളത്. അതിനെ 20 രൂപയായിട്ടാണ് ഒരു ഷെയറിന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 70 ലക്ഷത്തിനെ 20 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.5 ലക്ഷം ഷെയർസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു ഷെയറിന് 2 രൂപയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതായിട്ട് പറയുന്നത്. അപ്പോൾ 7 ലക്ഷം രൂപ ഏകദേശം ഡിവിഡൻഡ് ഉണ്ടാവും. അപ്പോൾ 70 ലക്ഷം രൂപ ആണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. അതിൽ തന്നെ ആ അക്വയർ ചെയ്തതിന് ശേഷം അതിന്റെ മുമ്പത്തെ ഡിവിഡൻഡ് എന്നുള്ള നിലയ്ക്ക് 7 ലക്ഷം രൂപ ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടും. അങ്ങനെ അതിന്റെ ഇഫക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് 63 ലക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഏറ്റെടുത്തതിന്റെ വർത്ത് എന്ന് പറയുന്നത് 96,95,000 ഉണ്ട് ഇസഡ് ലിമിറ്റഡിന്. പക്ഷെ നമുക്ക് 63 ലക്ഷം രൂപ മാത്രമേ അതിന് ചെലവ് വന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി 33.95 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയിലുള്ള ഷെയർ കഴിച്ചിട്ട് ഔട്ട്സൈഡേഴ്സിന്റെ ക്ലെയിമിന് പറയുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അഥവാ ഒരു സബ്സിഡറി കമ്പനിയിൽ ഔട്ട്സൈഡേഴ്സിന് ഉള്ള ഓണർഷിപ്പിന് പറയുന്ന പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതിന്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും. ബാക്കി ഉള്ള ഷെയറുകൾ ജനറൽ പബ്ലിക്കിന്റെ അടുത്തായിരിക്കും. അവരെയാണ് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ പറയുന്നത് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം സബ്സിഡറി കമ്പനീസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഫ്രം സബ്സിഡറി കമ്പനീസ്. അത് പോസ്റ്റ് അക്വസിഷൻ ഡിവിഡൻഡ് ആണെങ്കിൽ, അക്വസിഷൻ കഴിഞ്ഞതിന് ശേഷം സബ്സിഡറി കമ്പനിയിൽ ഉണ്ടാകുന്ന ഡിവിഡൻഡ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സബ്സിഡറി കമ്പനിയിൽ പ്രോപ്പറായിട്ട് അക്കൗണ്ടഡ് ആണെങ്കിൽ പിന്നെ ഫർദർ അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. സബ്സിഡറി കമ്പനിയിൽ അത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷന്റെ സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. കൺസോൾട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിലാണ് സബ്സിഡറി കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെയും കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെർജ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ ഹോൾഡിംഗ് കമ്പനിയുടെ ബുക്സിൽ എന്ത് ചെയ്യണം, ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ കൂടെ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ, ഹോൾഡിംഗ് കമ്പനിക്കുള്ള ഷെയർ ആഡ് ചെയ്തിട്ട് കാണിക്കണം. അതുപോലെ പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞത് പോസ്റ്റ് അക്വസിഷൻ ഡിവിഡൻഡ് ആണ്. ഇത് അക്വസിഷന് മുമ്പുള്ള ഡിവിഡൻഡ് ആണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയിൽ അത് അക്കൗണ്ടഡ് ആണെങ്കിൽ, അഥവാ കറക്റ്റ് ആയിട്ട് ഹോൾഡിംഗ് കമ്പനിയിൽ അക്കൗണ്ടഡ് ആയിരുന്നെങ്കിൽ ഇനി ഫർദർ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. അതിന് പകരം അത് റോങ് ആയിട്ടാണ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അഥവാ പോസ്റ്റ് അക്വസിഷൻ ഡിവിഡൻഡ് ആണെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതേസമയത്ത് പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് ആണെങ്കിൽ
പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യല്ല വേണ്ടത്, പകരം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറക്കുകയാണ് വേണ്ടത്. അപ്പോൾ റോങ് ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തുള്ളെങ്കിൽ എന്ത് ചെയ്യണം, ആ എൻട്രി റിവേഴ്സ് ചെയ്യണം. അതുപോലെ ഇനി ഹോൾഡിംഗ് കമ്പനിയിൽ അത് അക്കൗണ്ട് ചെയ്തിട്ടേ ഇല്ലായിരുന്നെങ്കിൽ അതിനെ കൺസോൾട്ടേഷന്റെ സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കാണിക്കണം. അതുപോലെ ഇനി സബ്സിഡറി കമ്പനിയിൽ അത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷന്റെ സമയത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ പ്രീ അക്വസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം, അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഹോൾഡിംഗ് കമ്പനി എന്നുള്ള രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറക്കുമ്പോൾ എനിവേ പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റിൽ ഹോൾഡിംഗ് കമ്പനിക്ക് ഷെയർ ഉണ്ടായിരിക്കും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ പ്രീ അക്വസിഷൻ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യല്ല, പകരം കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് കുറക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ നിന്ന് നമ്മളോട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, ഡേറ്റ് ഓഫ് അക്വസിഷന്റെ സമയത്തും ഡേറ്റ് ഓഫ് കൺസോൾട്ടേഷന്റെ സമയത്തും. അതുപോലെ ഗുഡ് വില്ല്, ക്യാപിറ്റൽ റിസർവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് കൺസോൾട്ടേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കണം. ഇതിൽ 4 കേസുകൾ തന്നിട്ടുണ്ട്. കേസ് 1 എ എന്ന് പറയുന്ന സബ്സിഡറി കമ്പനിയിൽ 90% ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഷെയർ ഉണ്ട്. അതിന് 1.40 നമുക്ക് ചെലവ് വന്നുള്ളത്. അക്വസിഷന്റെ സമയത്ത് അത് 1/1/2016 സബ്സിഡറി കമ്പനിക്ക് 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലും 50,000 പ്രോഫിറ്റും ഉണ്ട്. അത് കൺസോൾട്ടേഷന്റെ സമയത്ത് 1 ലക്ഷം പ്ലസ് 70,000 ആണ്. ഇതുപോലെ കേസ് 2 85% ആണ് ഷെയർ ഉള്ളത്. 1.4 കോസ്റ്റ് വരുന്നുണ്ട്. 1+30 അക്വസിഷന്റെ സമയത്തും 1+20 കൺസോൾട്ടേഷന്റെ സമയത്തും അതിന്റെ ഇക്വിറ്റി ഉണ്ട്. കേസ് 3 80% ആണ് ഷെയർ ഉള്ളത്. 56,000 ആണ് കോസ്റ്റ്. 50+20 50+20 ആണ് അതിന്റെ ഇക്വിറ്റി. ദെൻ കേസ് 4 ആകുമ്പോൾ 100% സബ്സിഡറി ആണ്, വോളി ഓൺഡ് സബ്സിഡറി ആണ്. അവിടെ 1 lakh ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ 50,000 പ്ലസ് 40,000 പ്രോഫിറ്റുമായിട്ട് അക്വസിഷന്റെ ടൈമിലും 50,000 പ്ലസ് 55,000 എന്ന് പറഞ്ഞിട്ട് കൺസോൾട്ടേഷന്റെ സമയത്തും ഉണ്ട്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടുള്ള 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡേഴ്സിനുള്ള പ്രോഫിറ്റിന്റെ ഷെയർ ആണ് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ ഷെയർ ആണ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 90% ഹോൾഡിംഗ് കമ്പനിയുടെയാണ്, ബാക്കി 10% അപ്പോൾ എന്തുള്ളത് മൈനോറിറ്റിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് വാല്യൂ എത്ര വരുമോ വെച്ചാൽ ഇക്വിറ്റി പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് 1+50 1,50,000 ആയിരുന്നു. അതിന്റെ 10% 15,000 ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് അക്വസിഷൻ. അതുപോലെ ക്ലോസിംഗ് ഡേറ്റിൽ 1,70,000 ആയിരുന്നു. അതിന്റെ 10% 17,000 ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ കേസിൽ 85% ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ. അപ്പോൾ ബാക്കി 15% എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അന്നത്തെ അക്വസിഷൻ ടൈമിൽ 1.30 അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ടൈമിൽ 1.20 ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും 15% ഈ 19,500 അതുപോലെ 18,000 എന്ന് പറയുന്നത്. മൂന്നാമത്തെ കേസിൽ 80% ഹോൾഡിംഗ് കമ്പനിയുടെയാണ്, ബാക്കി 20% മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അതിലും നേരത്തെ പറഞ്ഞ പോലെ 70,000 ആണ്. അപ്പോൾ 70,000ന്റെ 20% ആയിട്ടുള്ള 14,000 ആയിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ് അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വസിഷനും അറ്റ് ദ ഡേറ്റ് ഓഫ് കൺസോൾട്ടേഷൻ. അവസാനത്തെ 100% ഹോൾഡിംഗ് കമ്പനി ആയിരുന്നു. അപ്പോൾ അതിൽ മൈനോറിറ്റി ഷെയർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അപ്പോൾ അതിന്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം ഗുഡ് വില്ല് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കാനായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ 90% ഉള്ളത്. മൊത്തം അതിന് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിൽ 1,40,000 തന്നുള്ളത്. അതിന്റെ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു 1 ലക്ഷം രൂപ ക്യാപിറ്റലും 50,000 രൂപ പ്രോഫിറ്റുമായിട്ട് 1,50,000 അക്വസിഷന്റെ സമയത്തുള്ളത്. ഈ 1,50,000ത്തിന്റെ 90% മാത്രമാണ് ഹോൾഡിംഗ് കമ്പനി ഉള്ളത്.
അപ്പോൾ 1,50,000 ഇൻറ്റു 90% 1,35,000 എന്ന് പറയുന്നത്. അപ്പോൾ 1,35,000 വർത്തുള്ള ഇക്വിറ്റിയാണ് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് കിട്ടുന്നത്. അതിന് 1,40,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അധികം ചെലവാക്കിയത് 5,000 എന്ന് പറയുന്നത് ഗുഡ് വില്ലായിട്ടാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസിൽ ഈ പറഞ്ഞ പോലെ 1,4 കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വിറ്റി ടോട്ടൽ 1,30 അതിന്റെ 85% എന്ന് പറഞ്ഞാൽ 1,10 അപ്പോൾ 1,10 വില വരുന്ന കമ്പനിയുടെ ഷെയർസ് നമുക്ക് 1,04,000 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 6,500 രൂപ ക്യാപിറ്റൽ റിസർവ് ആണ്, നമുക്ക് പ്രോഫിറ്റ് ആണ്. മൂന്നാമത്തെ കേസിൽ 56,000 കോസ്റ്റ്, 70,000 ഇക്വിറ്റി വരുന്നുണ്ട്. അതിന്റെ 80% എന്ന് പറഞ്ഞാൽ 56,000 70,000. അപ്പോൾ അവിടെ എന്തില്ല, ഗുഡ് വില്ലും ഇല്ല, അതേസമയത്ത് ക്യാപിറ്റൽ റിസർവും ഇല്ല. കാരണം കമ്പനിയുടെ വാല്യുവേഷൻ 56,000 നമ്മുടെ ചെലവും 56,000. അവസാനത്തെ കേസിൽ 100% ആയിരുന്നു ഓണർഷിപ്പ്. അതിന് 1,00,000 ചെലവായത്, ഇക്വിറ്റി 90,000 അപ്പോൾ 10,000 രൂപ എന്താണ്, ഗുഡ് വില്ലാണ്. ഇങ്ങനെയാണ് ഗുഡ് വില്ലാണോ ക്യാപിറ്റൽ റിസർവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ അധികം വില കൊടുത്ത് വാങ്ങുകയാണ്, അത് നമ്മുടെ ലോസ് ആണ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്, അത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഇനി അവസാനത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിൽ എങ്ങനെയായിരിക്കും ഈ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിന്റെ പോർഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റിന്റെ എത്ര ഭാഗമാണ് ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടാവുക എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കേസിൽ 90% ഓണർഷിപ്പ് ഹോൾഡിംഗ് കമ്പനിക്കാണ്. ക്ലോസിംഗ് ഡേറ്റിൽ പ്രോഫിറ്റ് ഉള്ളത് 50,000 സബ്സിഡറി കമ്പനിക്ക്. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് 50,000 ഓപ്പണിങ്ങിൽ, ക്ലോസിംഗിൽ 70,000 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 50,000 ആണ് എന്ത് അക്വിസിഷന്റെ സമയത്ത്, കൺസോൾട്ടേഷൻ സമയത്ത് 70,000. അപ്പോൾ അതിനർത്ഥം 20,000 രൂപ അക്വിസിഷന് ശേഷം പോസ്റ്റ് അക്വിസിഷനിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ 20,000ന്റെ 90% 18,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ കൺസോൾട്ടേറ്റഡ് ബാലൻസ് ഷീറ്റിൽ ഹോൾഡിംഗ് കമ്പനിയുടെ സ്വന്തമായിട്ട് അവരുണ്ടാക്കിയ 2,00,000 പ്രോഫിറ്റ് എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നതിന് അതിന്റെ കൂടെ ഈ 18,000 കൂടി ആഡ് ചെയ്യണം സബ്സിഡറി കമ്പനിയുടെ ഷെയർ ആയിട്ട്. ദെൻ രണ്ടാമത്തെ കേസിൽ 85% ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ. 30,000 ആയിരുന്നു നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ്. അതിനുശേഷം കൺസോൾട്ടേഷന് സമയത്ത് 20,000 പ്രോഫിറ്റ്. അപ്പോൾ അതിനർത്ഥം പോസ്റ്റ് അക്വിസിഷനിൽ 10,000 രൂപ ലോസ് ആണ്. ഈ 10,000 രൂപയുടെ ലോസിന്റെ 85% 8,500 രൂപ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ലെസ് ചെയ്തിട്ട് കാണിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ കേസിൽ 80% ആയിരുന്നു ഷെയർ. 20,000 അക്വിസിഷന്റെ സമയത്തെ വാല്യൂ. അത് കൺസോൾട്ടേഷന് സമയത്ത് 20,000. അപ്പോൾ സബ്സിഡറി കമ്പനിയിൽ നിന്ന് ലോസും പ്രോഫിറ്റും ഒന്നും ഹോൾഡിംഗ് കമ്പനിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനില്ല. അവസാനത്തെ കേസിൽ 100% ഓണർഷിപ്പ് ആയിരുന്നു. 40,000 രൂപയായിരുന്നു അക്വിസിഷന്റെ സമയത്തെ പ്രോഫിറ്റ്. അത് കൺസോൾട്ടേഷന്റെ സമയത്ത് സബ്സിഡറി കമ്പനിയുടെ പ്രോഫിറ്റ് 55,000. അപ്പോൾ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് അക്വിസിഷനിൽ 15,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 100% സബ്സിഡറി ആയതുകൊണ്ട് ആ 15,000 മുഴുവനായിട്ടും ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. ഈ പ്രോബ്ലം ഇത്രയാണ് നമുക്ക് ചെയ്യാൻ. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സബ്സിഡറി കമ്പനിയുടെ അസറ്റ്സും ഔട്ട്സൈഡ് ലാബിലിറ്റീസും ഒക്കെ ഹോൾഡിംഗ് കമ്പനിയുടെ അസറ്റ്സും ലാബിലിറ്റീസുമായിട്ട് മെർജ് ചെയ്യും. അതുപോലെ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, സർപ്ലസ് ഒക്കെ സബ്സിഡറി കമ്പനിയുടെ ഇതിനെ അപ്പോർഷൻ ചെയ്യും ഹോൾഡിംഗ് കമ്പനിയിലേക്കും അതുപോലെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിലേക്കുമായിട്ട് അപ്പോർഷൻ ചെയ്ത് കാണിക്കും. സാധാരണഗതിയിൽ എല്ലാ കാൽക്കുലേഷനും കഴിഞ്ഞതിന് ശേഷം അതിനെ 3 കാറ്റഗറി ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഇൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നുള്ളത് സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ആണ്. എച്ച് ലിമിറ്റഡിന്റെയും അതിന്റെ സബ്സിഡറി ആയിട്ടുള്ള എസ് ലിമിറ്റഡിന്റെയും ആണ് 31 മാർച്ച് 2017 നമ്മളോട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അതിൽ റിസർവ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എസ് ലിമിറ്റഡ്
stood at 25,000 and 15,000 respectively on the date of acquisition of its 80% shares of H Limited on 1st April 2016. അഥവാ 1st April 2016 എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിനെ അക്വയർ ചെയ്ത സമയത്ത് എസ് ലിമിറ്റഡിൻ്റെ അതായത് സബ്സിഡറി കമ്പനിയുടെ റിസർവ്സ് 25,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് 15,000 ആയിരുന്നു. അതുപോലെ 1,00,000 രൂപ ബുക്ക് വാല്യൂ ഉള്ള മെഷീനറിയും 20,000 ബുക്ക് വാല്യൂ ഉള്ള ഫർണിച്ചറും എസ് ലിമിറ്റഡിൻ്റെതിന് 1,50,000 ആയിട്ട് മെഷീനറിയും 15,000 ആയിട്ട് ഫർണിച്ചറിനെയും റീവാല്യൂ ചെയ്തിട്ടുണ്ട്. മെഷീനറിയുമുള്ള ഡെപ്രീസിയേഷൻ ശരിക്കും 10%, ഫർണിച്ചറിൻ്റെ അലൗഡ് ഡെപ്രീസിയേഷൻ 15% ആണ്. ബാലൻസ് ഷീറ്റിലുള്ളത് ഷെയർ ക്യാപിറ്റലായിട്ട് 100 രൂപയുടെ ഷെയർ ആയിട്ട് എച്ച് ലിമിറ്റഡിൽ 6,00,000, എസ് ലിമിറ്റഡിൽ 1,00,000 ഉണ്ട്. റിസർവ്സ് 2,75,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,25,000, ട്രേഡ് പേയബിൾ 1,57,000. അതുപോലെ അസറ്റ് സൈഡിൽ മെഷീനറി എച്ച് ലിമിറ്റഡിന് 3,00,000, എസ് ലിമിറ്റഡിന് 90,000, ഫർണിച്ചർ ഉണ്ട് 1,50,000 17,000, അതർ നോൺ കറന്റ് അസറ്റ് 440 150. അതുപോലെ ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഹോൾഡിംഗ് കമ്പനിയിൽ എച്ച് ലിമിറ്റഡിൽ എന്തുണ്ട് 800 ഷെയർസ് 200 രൂപ വെച്ചിട്ട് 1,60,000 ഉണ്ട്. നമ്മളോട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോർമാറ്റ് പ്രകാരം നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, എന്നിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചിട്ടുണ്ട് 6 lakh. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇത് ഈ 6 lakh ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലാണ്. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നതിൻ്റെ കാൽക്കുലേഷൻ നോട്ട്സ് 1 കൊടുത്തിട്ടുണ്ട്. നോട്ട്സ് 1 പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും റിസർവ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്തു വെച്ചാൽ റിസർവ്സ് ആദ്യം 2 lakh rupees എന്ന് പറയുന്നത് ഹോൾഡിംഗ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിസർവ്സ് എന്ന് പറയുന്നത് 2 lakh ഹോൾഡിംഗ് കമ്പനിക്കും 75,000 രൂപ സബ്സിഡറി കമ്പനിക്കും ഉണ്ട്. അതിൽ ആ 2 lakh എഴുതി. ദെൻ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പോസ്റ്റ് അക്വസിഷൻ റിസർവിൻ്റെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു അത് വർക്കിംഗ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് നോട്ട്സ് 3 നോക്കുകയാണെങ്കിൽ പോസ്റ്റ് അക്വസിഷൻ റിസർവ്സ് ഓഫ് എസ് ലിമിറ്റഡ് അഥവാ ക്ലോസിംഗിൽ 75,000 രൂപയാണ് എസ് ലിമിറ്റഡിൻ്റെ റിസർവ്സിൽ. അത് അക്വസിഷൻ്റെ സമയത്ത് 25,000 ആയിരുന്നു. അതിനർത്ഥം പോസ്റ്റ് അക്വസിഷനിൽ 50,000 രൂപ റിസർവ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിസർവ്സിൻ്റെ 80% 4/5 എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡിനുള്ളതാണ്. അപ്പോൾ അത് എത്ര ഉണ്ടാവും, 40,000 രൂപ ഉണ്ടാവും. ബാക്കിയുള്ള 1/5 അല്ലെങ്കിൽ 20% മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഈ 40,000 നമ്മൾ എവിടെ ആഡ് ചെയ്യണം, ഈ റിസർവ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം 2,00,000 കൂടെ. അപ്പോൾ 2,40,000 ആകും. അതുപോലെ റിസർവ്സ് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും പോസ്റ്റ് അക്വസിഷനുള്ള പ്രോഫിറ്റിൻ്റെ ഈ 4/5 അല്ലെങ്കിൽ 80% നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിൻ്റെ കാൽക്കുലേഷനും വർക്കിംഗ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ്സ് അഥവാ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൽ സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റിൽ 25,000 ആണ് എസിൻ്റെ പ്രോഫിറ്റ്. അക്വസിഷൻ്റെ സമയത്ത് അത് 15,000 ആയിരുന്നു. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയുന്നുണ്ട്, 15,000 ആയിരുന്നു അക്വസിഷൻ്റെ ടൈമിൽ. ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ വന്നുള്ള 25,000 ആണ്. അപ്പോൾ 10,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വന്നുള്ള പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റ്. അതിനോടുകൂടി എക്സസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് ആഡ് ചെയ്യണം. അതിനർത്ഥം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 15% ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫർണിച്ചർമേൽ. അപ്പോൾ നമ്മൾ 20,000 ആയിരുന്നു ശരിക്കും അതിൻ്റെ വാല്യൂ. 20,000 നമ്മൾ അന്ന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിനെ റീവാല്യൂ ചെയ്തിട്ട് 15,000 ആക്കിയിട്ട് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 5,000 രൂപയുടെ 15% ഡിപ്രീസിയേഷൻ എന്ന് എക്സസ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആയിരുന്നു ശരിക്കും, അത് തിരിച്ച് ആഡ് ചെയ്തു. അതേപോലെ അണ്ടർ ഡിപ്രീസിയേഷൻ മെഷീനറി 10% വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ 1,00,000 മെഷീനറി ഉള്ളായിരുന്നു, 1,00,000 മെഷീനറി ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ എന്താക്കി 1,50,000 ആക്കിയിട്ട്
ആഡ് ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്തുണ്ട്, 50,000 രൂപ അഡീഷണൽ ആയിട്ട് മെഷീനറിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ 50,000-ന്റെ 10% ഡെപ്രീസിയേഷൻ ശരിക്കും ചാർജ് ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മൾ നേരത്തെ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഡെപ്രീസിയേഷൻ 5,000 രൂപ അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇനി ബാക്കി ഉണ്ടാകുന്ന അഡ്ജസ്റ്റഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 5,750 ആയിരിക്കും. അതിൽ എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 4/5 ആണ്. അത് 4,600 രൂപയാണ്. അതും നമ്മൾ ഏതിൻ്റെ കൂടെ ചെയ്യണം, റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അത് 4,600. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,44,600 രൂപ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എച്ച് ലിമിറ്റഡിൻ്റെ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ വരും. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 48,180. അതിൻ്റെ കാൽക്കുലേഷൻ നമ്മുടെ വർക്കിംഗ് നോട്ട്സിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, പെയ്ഡ് അപ്പ് വാല്യൂ 1000 മൈനസ് 800, 200 ഷെയർസ് ആണ് ഉള്ളത്. അതാണ് ഔട്ട്സൈഡേഴ്സിന്റെ ഹെൽഡ് ചെയ്തത്. ആകെ 1000 ഷെയറിൽ 800 ഷെയറും ഹോൾഡിംഗ് കമ്പനിയുടെയാണ്, ബാക്കി 200 ഷെയറുള്ളൂ. ഒന്നിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 20,000. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിന്റെ 1/5 ഷെയർ 8,000. അതുപോലെ റീവാലുവേഷന്റെ സമയത്തുണ്ടായ പ്രോഫിറ്റിന്റെ 1/5 9,000. അതുപോലെ പോസ്റ്റ് അക്വസിഷൻ റിസർവിന്റെ 1/5 10,000. പോസ്റ്റ് അക്വസിഷൻ പ്രോഫിറ്റിന്റെ 1/5 1,180. അങ്ങനെ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 48,150 ആണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ പുറമെ കറന്റ് ലാബിലിറ്റീസ്, ട്രേഡ് പേയബിൾസ്, അത് 2 എന്നുള്ള നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. എച്ച് ലിമിറ്റഡിന്റെയും എസ് ലിമിറ്റഡിന്റെയും ട്രേഡ് പേയബിൾസ് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2,07,000 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ. ദെൻ അസറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത് ഫിക്സഡ് അസറ്റ്സിൽ ടാൻജിബിൾ അസറ്റ്സ് എന്നുള്ളത് 3 എന്നുള്ളത് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലപ്പോൾ എന്താണ്, മെഷീനറി എച്ച് ലിമിറ്റഡിന്റെ മെഷീനറി 3 ലക്ഷം ബാലൻസ് ഷീറ്റിൽ തന്നതാണ്. എസ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ 1 ലക്ഷം തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ആഡ് അപ്രീസിയേഷൻ 50,000 രൂപ ആഡ് ചെയ്തു. അപ്പോൾ 1.5 ലക്ഷമായി. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 10% അത് ലെസ് ചെയ്തു. അപ്പോൾ 1.35 ആ വകുപ്പിലുണ്ടാവും. അതുപോലെ ഫർണിച്ചർ എച്ച് ലിമിറ്റഡിന്റെ നേരിട്ട് 1.5 ലക്ഷം ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട്. എസ് ലിമിറ്റഡിന്റെ 20,000 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡിക്രീസ് ഇൻ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ റീവാല്യൂ ചെയ്തപ്പോൾ ഉണ്ടായ നഷ്ടം അങ്ങനെ 15,000 ആയി. അതിൽ നിന്ന് വീണ്ടും 15% ഡിപ്രീസിയേഷൻ എടുത്തു. അങ്ങനെ നെറ്റ് 12,750 ക്യാരി ഫോർവേഡ് വാല്യൂ. അങ്ങനെ ഈ 3 ലക്ഷത്തിൽ നിന്ന് ഇതെല്ലാം ആഡ് ചെയ്തപ്പോൾ 5,97,750 കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരേണ്ട ടാൻജിബിൾ അസറ്റ്സ്. അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 12,000 ഉണ്ട്. അതിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നോട്ട്സിലുണ്ട്. ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ കമ്പനിയിൽ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത് 800 ഷെയർ ആണ്. ഒരു ഷെയറിന് 100 രൂപയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 80,000 രൂപ ഉണ്ട്. പിന്നെ അവർക്ക് നമ്മൾ ഈ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിലുള്ള വേറെയുള്ള റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രീ അക്വസിഷൻ പ്രോഫിറ്റ്സ് നമ്മൾ തൊട്ട് മുമ്പ് മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ കാണിച്ച അതേ ഐറ്റത്തിൻ്റെ ഒക്കെ 1/5 ഒക്കെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് പോയിക്കണമെങ്കിൽ അതിൻ്റെയൊക്കെ 4/5 ശരിക്ക് ഈ ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടാവും. അപ്പോൾ പ്രീ അക്വസിഷൻ പ്രോഫിറ്റിൻ്റെ 4/5, പ്രോഫിറ്റ്സ് ഓൺ റീവാലുവേഷൻ്റെ 4/5, അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ 80, 32, 36 അങ്ങനെ 1,48,000 ആയി. ഇൻട്രൻസിക് വാല്യൂ അറ്റ് ദ ടൈം ഓഫ് അക്വസിഷൻ ആണ്. അപ്പോൾ ഈ 1,48,000 എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് എച്ച് ലിമിറ്റഡ് പേയ്മെന്റ് നടത്തുന്നത് 800 ഷെയറിന് 200 രൂപ വെച്ചിട്ട് 1,60,60,000 ആണ്. അത് അവസാനത്തെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ എച്ചിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എസ് ലിമിറ്റഡിലുള്ള ഷെയർ കാണിച്ചിട്ടുണ്ട് 1,60,60,000. അപ്പോൾ ഈ 1,60,60,000 നിന്ന് നമ്മൾ എച്ച് ലിമിറ്റഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വർത്ത് എന്ന് പറയുന്നത് ഈ 1,48,000 ആണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ട് കൊടുത്ത പൈസ എന്ന് പറഞ്ഞാൽ 12,000 രൂപ ഗുഡ്വില്ലാണ്. അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്.
ദെൻ അതർ നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എച്ച് ലിമിറ്റഡിന്റെയും എസ് ലിമിറ്റഡിന്റെയും ആഡ് ചെയ്തിട്ട് 5,90,000 അത് നോട്ട്സ് ചെയ്ത് അത് ഇവിടേക്ക് എടുത്തിട്ട് അപ്പോൾ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ കമ്പനികളുടെ അസറ്റ്സ് ലയബിലിറ്റീസ് ഒക്കെ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടാണ് എഴുതുക. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, റിസർവ്സിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ കാണുന്ന സമയത്ത് സബ്സിഡറി കമ്പനിയിൽ ഹോൾഡിംഗ് കമ്പനിയുടെ പ്രപ്പോർഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് അതും കൂടി ആ രീതിയിൽ എന്ത് ചെയ്യണം, കൺസോളിഡേറ്റ് ചെയ്യണം. ഏറ്റവും അവസാനം കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ്. ബാലൻസ് ഷീറ്റിനേക്കാളും വളരെ എളുപ്പമാണ് കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇതിൽ ഓരോ ഇൻകവും എക്സ്പെൻസും ലൈൻ ബൈ ലൈൻ ആയിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ നിന്ന് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത്ര മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എച്ച് ലിമിറ്റഡിൻ്റെയും അതിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള എസ് ലിമിറ്റഡിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് തന്നത്. അതിൽ ഇൻകം ഉണ്ട്, സെയിൽസ് രണ്ടുപേരുണ്ട്, ഇൻക്രീസ് ഇൻ ഇൻവെൻട്രി ഉണ്ട്, എക്സ്പെൻസുകളായിട്ട് റോ മെറ്റീരിയൽ, വേജസ്, പ്രൊഡക്ഷൻ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ്, സെല്ലിങ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഡിവിഡൻഡ് പെയ്ഡ്, അങ്ങനെ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ പുറമെ പറയുന്നത് എച്ച് ലിമിറ്റഡ് സോൾഡ് ഗുഡ്സ് ടു എസ് ലിമിറ്റഡ്. അതൊരു അല്ലെങ്കിൽ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ. എസ് ലിമിറ്റഡിന് 120 ലക്ഷത്തിന്റെ സാധനം വിറ്റിട്ടുണ്ട്. അതിൽ 20% പ്രോഫിറ്റ് ചാർജ് ചെയ്യാറുണ്ട്. അതുപോലെ എസ് ലിമിറ്റഡിന്റെ ഇൻവെന്ററിയിൽ ഈ നേരത്തെ പറഞ്ഞ സെയിൽസിന്റെ 24 ലക്ഷം ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എസ് ലിമിറ്റഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ ഒരു 5 ലക്ഷം എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡിന് കൊടുത്തതാണ് കൺസൾട്ടൻസി ഫീസായിട്ട്. അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എച്ച് ലിമിറ്റഡിന്റെ ഇതിൽ ഏകദേശം 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് എസ് ലിമിറ്റഡിന് കൊടുത്തതാണ് കമ്മീഷനായിട്ട്. എച്ച് ലിമിറ്റഡിന് 80% ഓണർഷിപ്പാണ് എസ് ലിമിറ്റഡിലുള്ളത്. എസ് ലിമിറ്റഡിന്റെ ക്യാപിറ്റൽ 1000 ലക്ഷമാണ്. അതുപോലെ എച്ച് ലിമിറ്റഡിന് എന്തുണ്ട്, അവരുടെ എസ് ലിമിറ്റഡിന്റെ പ്രോഫിറ്റിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ഷെയർ 2015-16 വർഷത്തേക്കുള്ളത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാണിച്ചിട്ടുണ്ട്. അത് നോട്ട് നമ്പർ 1ൽ അതിന്റെ എക്സ്പ്ലനേഷൻ കാണുന്നുണ്ട്. അത് സെയിൽസ് എച്ച് ലിമിറ്റഡിന്റെ സെയിൽസ് കൊടുത്തു, എസ് ലിമിറ്റഡിന്റെ സെയിൽസ് കൊടുത്തു, ആഡ് ചെയ്തു. അതിൽ നിന്ന് എന്ത് ചെയ്തു, ഇന്റർ കമ്പനി സെയിൽസ് ആയിട്ടുള്ള 120 കുറച്ചു. അതുപോലെ ഒരു ഇൻകം ആയിരുന്നു കൺസൾട്ടൻസി ഫീസ്, അതിൽ നിന്ന് കുറച്ചു. അതുപോലെ കമ്മീഷൻ റെസീവ്, ഇതൊക്കെ എന്താണ്, ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് 5865 ആണ് നമ്മൾ എന്തിട്ടുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. ദെൻ എക്സ്പെൻസിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് വർക്കിംഗ് നോട്ട് 3ൽ കൊടുത്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നാണ്. എച്ച് ലിമിറ്റഡിന്റെ 800 ഉണ്ട് മെറ്റീരിയൽ, എസ് ലിമിറ്റഡിന്റെ 200, അങ്ങനെ 1000 ആയി. അതിൽ നിന്ന് പർച്ചേസസ് എസ് ലിമിറ്റഡ് ഫ്രം എച്ച് ലിമിറ്റഡ് ഇന്റർ കമ്പനി ആയിട്ടുള്ള പർച്ചേസ് ഉണ്ട്, 120 എന്ത് ചെയ്തു, അതിൽ നിന്ന് കുറച്ചു. അപ്പോൾ 880 എന്ന് കിട്ടി. അതിന്റെ പുറമെ തന്നെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് ആയിട്ടുള്ള 200, 100, അടുത്ത് 300, അങ്ങനെ 1180 ആണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. അത് 1180 എടുത്തിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്തപ്പോൾ അത് ഇൻക്രീസ് ഇൻ ഇൻവെന്ററി എന്നിട്ട് എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് തന്നിട്ടുണ്ട് 1200. അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് 24 ലാഖിൻ്റെ റിമൂവ് ചെയ്യാനുണ്ട്. അത് 4, അങ്ങനെ ബാക്കി 1196 ആണ് മൈനസ് ആയിട്ട് കൊടുത്തുള്ളത്. അതിന്റെ കാരണം ഇൻവെന്ററീസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ നേരത്തെ പർച്ചേസ് ചെയ്ത ഇൻവെന്ററിയിൽ നിന്ന് ഇത്രയും സാധനം നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അതുകൊണ്ടാണ് മൈനസ് ആയിട്ടാണ് കാണിക്കുക. പിന്നെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്തു, വേജസ് എച്ചിന്റെയും എസിന്റെയും ആഡ് ചെയ്തു, 950 ആയി. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എസിന്റെയും എച്ചിന്റെയും ആഡ് ചെയ്തു, അതിൽ നിന്ന് ആ കൺസൾട്ടൻസി ഫീസ് ഒരുമിച്ച് വരുന്നുണ്ട്, അത് ലെസ് ചെയ്തു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എച്ചും എസും ആഡ് ചെയ്തു, അതിൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എസ് ഇൻട്രാ കമ്പനി ഉണ്ടായതുകൊണ്ട് അത് ലെസ് ചെയ്തിട്ട് ഒഴിവാക്കി.
അതുപോലെ ഫിനാൻസ് കോസ്റ്റ് അങ്ങനെ തന്നെ എച്ചും എസും ആഡ് ചെയ്തിട്ട് ടോട്ടൽ എടുത്തു. ഡിപ്രീസിയേഷൻ രണ്ടിൻ്റെയും ആഡ് ചെയ്ത് ടോട്ടൽ എടുത്തു. ടാക്സ് രണ്ടിൻ്റെയും ആഡ് ചെയ്തിട്ട് ടോട്ടൽ എടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷനിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ആഡ് ചെയ്യുക, അതിൽ നിന്ന് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞു. അതിനുശേഷം പ്രോഫിറ്റ് ട്രാൻസ്ഫർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 2690 അതിൽ ഡിവിഡൻഡ് പെയ്ഡ് എച്ച് ലിമിറ്റഡിന് 1200, എസ് ലിമിറ്റഡിന് 150, അങ്ങനെ മൊത്തം 1350 എന്നുണ്ടായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യണം, എച്ച് ലിമിറ്റഡിന്റെ ഷെയർ എസ് ഡിവിഡൻഡിന്റെ കുറക്കണം. അത് 80% ഓഫ് 150 lakh. ഇതിൽ 80% എന്ന് പറയുന്നത് എച്ച് ലിമിറ്റഡിനുള്ളതാണ്. അപ്പോൾ അത് കുറച്ചിട്ട് ബാക്കി 1230 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിവിഡൻഡ് പെയ്ഡ് എന്നുള്ളതിൽ ലെസ് ചെയ്യേണ്ടത്. അപ്പം 1466 ആയിരിക്കും പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. So thank you for watching. Have a nice day.